നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ പലപ്പോഴും റേഞ്ച് ഇല്ല എന്ന് പല ആളുകളും പറയാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ വീട്ടിൽ ചില സ്ഥലത്ത് റേഞ്ച് ഉണ്ടാകില്ല. ചില ആളുകൾക്ക് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ഓഫീസിൽ റേഞ്ച് ഉണ്ടാകും, വീട്ടിൽ റേഞ്ച് ഉണ്ടാകില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. പലപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളതാണ് നമ്മൾ നിൽക്കുന്ന ഏരിയയിൽ നമുക്ക് റേഞ്ച് ഇല്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ചെറിയൊരു ഫീച്ചർ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുകയാണ്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെറിയൊരു ആപ്പ് ആവശ്യമാണ്. ചെറിയൊരു ആപ്പാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണും. പെർമിഷൻസ് എല്ലാം കൊടുത്തതിന് ശേഷം ഇതുപോലെയാണ് ആപ്പ് കാണാൻ സാധിക്കുക. ഇവിടെ കാണാൻ സാധിക്കുമ്പോൾ ഇപ്പോൾ നിലവിൽ ഞാൻ ഉപയോഗിക്കുന്ന വൈഫൈയിലാണ്. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് നമുക്ക് സ്പീഡ് ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഇൻ്റർനെറ്റ് സ്പീഡ് എത്രയാണെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഡൗൺലോഡ് സ്പീഡ് കാണാം, അപ്ലോഡ് സ്പീഡും കാണാം. അതുപോലെ തന്നെ വീഡിയോ ടെസ്റ്റ് നമുക്കിവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വീഡിയോ ബഫറിംഗ് ഇല്ലാതെ കാണാൻ സാധിക്കുന്ന ടെസ്റ്റ് നമുക്ക് ഓരോ ഏരിയയിൽ ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് മൂന്നാമത്തെ ഒരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ വ്യൂ നെറ്റ്വർക്ക് സ്റ്റാറ്റസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് 2 നെറ്റ്വർക്ക് മാത്രമാണ് ഉള്ളത്. നിങ്ങളുടെ നെറ്റ്വർക്കിൽ എയർടെലോ വോഡഫോണോ ജിയോയോ അല്ലെങ്കിൽ ഏത് നെറ്റ്വർക്കാണ് ഇവിടെ ഡൗൺലോഡിൻ്റെയും അപ്ലോഡിൻ്റെയും Mbps സ്പീഡ് എത്രയാണെന്ന് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ നിൽക്കുന്ന ഏരിയ ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏതാണ് നിങ്ങൾ നിൽക്കുന്ന ഏരിയയിൽ ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റ് കൃത്യമായി അല്ലെങ്കിൽ മൊബൈൽ സിഗ്നൽ കൃത്യമായി കിട്ടുന്ന സ്ഥലം ഏതാണെന്ന് അറിയാൻ സാധിക്കും. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് 4ാമത്തെ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് താഴെ കാണുന്ന ഭാഗത്ത് സെൽ ടവേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ നിൽക്കുന്ന ഈ പരിസരത്ത് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ നെറ്റ്വർക്കിൻ്റെ ടവർ ഏതൊക്കെ സ്ഥലത്ത്, സിഗ്നൽ ടവർ ഏതൊക്കെ സ്ഥലത്തുണ്ടെന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അടുത്തുള്ള ടവർ ഏതാണെന്ന് മനസ്സിലാക്കാനൊക്കെ ഇതിലൂടെ നിങ്ങൾക്ക് സാധിക്കും. ഇവിടെ വളരെ യൂസ്ഫുള്ളായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ സിം കാർഡിനകത്തുള്ള സിഗ്നൽ എത്രത്തോളം മികച്ചതാണെന്ന് നിങ്ങൾക്ക് ഇതിലൂടെ കണ്ടെത്താൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.